അടിപൊളി. നെയ്ച്ചോറ്, പൊറാട്ട, ചപ്പാത്തി, പത്തിരിക്ക് ഏറ്റവും ബട്ടറായിരുന്നു ഈ കോഴിക്കറി. ഇറച്ചും പത്തിരി ഒന്നും പഴയ കാലത്ത് പറഞ്ഞിട്ടില്ലേ, അതാണ്. നാടൻ കോഴി നാടൻ തല്ലി കല്യാക്കാൻ പോകണം. അതാ നമ്മളെ സുന്ദര കുട്ടനാണ് പോവാൻ പോയി. നാടൻ കോഴിയാണ്. നാടൻ കോഴി റെഡി ആക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. നാടൻ കോഴി ചെടിപൊളി നാടൻ കോഴിയാണ്. നല്ല കട്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഇതിപ്പോ പോയി കട്ട് ചെയ്താണ്. അപ്പൊ ഇതാണ് ഇന്ന് തയ്യാറാക്കാൻ പോണ കോഴിയാണ് നാടൻ കോഴി. നാടൻ കോഴി കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇന്ന് എന്തായിട്ടാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് ഞാൻ അടിപൊളി ഒരു ചേപ്പേനെ കൊടുത്തു. കൊണ്ടുവന്നിട്ട് നമ്മള് പഴയ കാലത്തുണ്ടല്ലോ, നമ്മളെ ഉമ്മയും ഉമ്മാരും പിന്നെ വല്യമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു കോഴിക്കറി, നാടൻ കോഴിന്റെ തേങ്ങ വറുത്തരച്ച കറി. അതാണ് ഇപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. കോഴിനെ ഞാൻ കൊണ്ടുവന്നിട്ട് അറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ആ കോഴി. കോഴിതാണ് നാടൻ കോഴി. നാടൻ കോഴി കളറില്ല, സൂപ്പർ കോഴി. അപ്പൊ ആ കോഴി വെക്കുന്നത് പഴയ കാലത്ത് നമ്മളെ ഉമ്മാരും മറ്റേ വല്യമാരൊക്കെ ഉണ്ടാക്കുന്ന ആ സ്റ്റൈലാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഇപ്പോഴത്തെ കാലത്തുകാർ എന്താ അറിയോ, ഈ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഒന്നും അറിയില്ല ഇതിന്റെ ചേരുവകൾ എന്താണ് ഏതാണെന്നൊന്നും. അവർ കൂട്ടിയിട്ടേ ഉണ്ടാവില്ല ചിലപ്പോ. അതുകൊണ്ട് നമ്മളിത് അവർക്കൊരു പകർന്നു കൊടുക്കുന്നു സംഭവം. അതാണ്. അപ്പൊ നമ്മള് റെഡിയാക്കി അടുപ്പ് കത്തിക്കാൻ പോവാണ്. അയ്യോ, അടുപ്പ് കത്തിച്ചു. അടുത്തതായിട്ട് നമ്മളെ ഈ ഉരുളി ഇത് നമുക്ക് വെക്കണം കേട്ടോ. വെച്ചിട്ടുണ്ട്. ചൂടാണ്. പിന്നെ അത് ഏകദേശം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വറുത്തരച്ച കോഴിക്കറിക്കുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇത്. ഒന്ന് പരിചയപ്പെടുത്തി തരാം. ചെറിയ ഉള്ളി, കറാമ്പൂവ്, പെരിഞ്ചീരകം, ഏലക്കപ്പട്ട, ഉലുവ, കറിവേപ്പില, പിന്നെ ചുവന്ന മുളക്. ഇത് നമുക്ക് ലാസ്റ്റ് ഇടാനുള്ളതാണ്. അത് നമുക്ക് പരിചയപ്പെടുത്തി തരും. ഓക്കെ. പിന്നുള്ളത് മല്ലി. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ഉലുവട്ട് ജീരകട്ട് നമ്മളിതാ ചുവന്ന മുളക്. അത് മല്ലിയാട്ടാ. മല്ലി ഒക്കെ വറുത്താണ്ടല്ലോ, അടിപൊളിയായിരിക്കും. ഇതൊക്കെ പഴയ കാലത്ത് നമ്മളെ ഉമ്മയും വല്യമാരൊക്കെ ചെയ്തിരുന്ന പരിപാടിയാണ്. ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊന്നും അങ്ങനെ ചെയ്യാൻ നിൽക്കൂല. പിന്നെ നമ്മൾ ചെയ്യുന്നതാ ഉള്ളി, ചെറിയ ഉള്ളി, കറാമ്പൂവ്, പിന്നെ പട്ട, ഏലക്കായ്, പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ കറിവേപ്പില. കറിവേപ്പില ഇട്ടുണ്ടല്ലോ, നല്ലൊരു വാസനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിലേക്ക് തേങ്ങ ഇടാൻ പോവാണ്. തേങ്ങ, ചതച്ച തേങ്ങ കേട്ടോ. നമ്മൾ ചെറിയ തേങ്ങ ഇട്ടത് അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നു. അപ്പൊ നമ്മളെ ഈ തേങ്ങ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാ നോക്കിക്കോളെ, നല്ല അടിപൊളിയായിട്ട് എന്താ വറുത്തിട്ടുണ്ട്. നമുക്കിത് ഇനി മിക്സിയിലിട്ടൊന്ന് പൊടിക്കും. പൊടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ജാറിലിട്ടിട്ട് നന്നായിട്ട് ജ്യൂസ് അടിച്ച് കണ്ട് നമ്മൾ കോഴിക്കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കലാണ്. അതൊക്കെ ഞാൻ കാണിച്ചു തരും കേട്ടോ. കേട്ടോ, ചട്ടിയില് നമ്മള് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇടാൻ പോണത് ഉള്ളിയാണ്, വെട്ടി വെച്ച ഉള്ളി. ഓക്കെ, ഇടട്ടെ കേട്ടോ. നാടൻ കോഴിക്കറിക്ക് വേണ്ടിയുള്ള ചേരുവകളാണ് ഇത് തീർത്തിരിക്കുന്നത്. അത് കിടില കോഴിക്കറി ആയിരിക്കും മിക്കവാറും.
നമ്മളെ പഴയ കാലത്തെ പെണ്ണുങ്ങളെ ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ വീട്ടില്. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കൊന്നും ഇത് ശരിക്കും അറിയില്ല. ഓക്കെ, അപ്പൊ അതിലേക്ക് അടിച്ചു വെച്ച പേസ്റ്റാണ്, ഇഞ്ചി മുഴുവൻ കൂടെ അടിച്ചു വെച്ചതാണ്. ആ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഒന്നാമത് സ്പൂൺ ഒഴിച്ചു. പച്ചമുളക് ഇടാൻ പോകട്ടാ. ഇവ പച്ചമുളക് ഇട്ട് കളക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് തക്കാളിയാണ്. തക്കാളി ഇട്ട് അതിനിത് എല്ലാം കൂടെ ചേർന്നൊന്ന് വാടട്ടെ, ഒന്ന് ഇളക്കി മരച്ച്. ഇനി ഇതിൽ കിടന്നിട്ട് കോഴി ഇങ്ങോട്ട് പോകും. അപ്പൊ തക്കാളി ഉള്ളിയൊക്കെ ഭസ്മാവും. അങ്ങനെയാണ് ഇതിന്റെ പരിപാടി. ഈ നാടൻ കോഴി പെട്ടെന്ന് ബോയിലർ കോഴിനെ പോലെ വേവിലിട്ടോ. അതും കൂടെ പറഞ്ഞുതരാം. ഒരു 3/4 മണിക്കൂറെങ്കിലും വേവിക്കണം. 3/4 മണിക്കൂർ വേവിക്കണം, എന്നാലേ കോഴി വേവുള്ളൂ. അല്ല വെറുതെ ബോയിലർ കോഴി ഉണ്ടാക്കിയ ശീലമുള്ളവർക്ക് ഇത് വേവിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു 3/4 മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ കത്തിക്കൊണ്ടിരിക്കണം, അടുപ്പില് തിളക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാ ഇട്ട്. പിന്നെ നമ്മള് ഉപ്പാണ്, 1 ടീസ്പൂൺ ഉപ്പ്. കുറച്ചും കൂടെ ആവട്ടോ. ഉപ്പൊക്കെ നിങ്ങളെ പാകത്തിന് ഇടാം. നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇടാൻ പോകുന്നത് കോഴിയാണ്. കോഴി ഇടാൻ പോവാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളതാ നാടൻ കോഴി നമ്മളെ ചട്ടിയിലേക്കാണ് മാറ്റണം. അതവിടെ കിടന്നിട്ട് അങ്ങനെ കിടന്ന് നന്നായിട്ടുണ്ട് ഇളക്കിയിട്ട്. ഇത്തിരി വെള്ളം കൂടെ ഉണ്ട് ഒഴിച്ചാലാണ്ട് സംഭവം നേക്കായി. പിന്നെ അവിടെ കിടന്ന് മൂപ്പര് ഒരു 3/4 മണിക്കൂർ കിടന്നിട്ട് വേവും. വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ആ തേങ്ങ അരച്ചത് അങ്ങോട്ട് ചേർത്താലുണ്ടല്ലോ, ഒരു വറവും കൂടെ ചെന്ന അടിപൊളിയായി സംഭവം. അപ്പൊ ഇത്തിരി വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി. ഇത് മൂടി വെക്കാൻ പോകട്ടാ. ഈ മൂടി വെക്കാൻ പോവാണ്. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ മതി ഈ ഭാഗത്ത്. അതുവരെ കോഴി അവിടെ കിടന്ന് പറഞ്ഞു. കോഴിക്കറിന്റെ മൂടി തുറക്കാൻ പോവാണ്. മൂടി തുറന്നു. അയ്യോ നല്ല തിളച്ച് വന്നിട്ടാ. 3/4 മണിക്കൂർ, ഏകദേശം 3/4 മണിക്കൂർ കത്തിയിട്ടുണ്ട് ഇത്. നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ചാ, ഈ അരച്ച തേങ്ങ, വറുത്തരച്ച തേങ്ങ, അതും കൂടെ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അയ്യോ കോഴിക്കറി കേട്ടേ തീപ്പൊളി. എന്താ വെച്ചാൽ ഒരു വറവിടാണ്. ചെറിയ ഉള്ളി ഇട്ടിട്ട് മുളക് ഇട്ടിട്ട് ഒരു വറവ്. അവിടെ പരിപാടി കഴിഞ്ഞു. ഇല്ല, അത്യാവശ്യം കട്ടിയുണ്ട്. ഇതാണ് നമ്മളെ നാടൻ വീട്ടിൽ നമ്മളെ ഉമ്മയും വല്യമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു സംഭവമാണ് ഇത്. ചട്ടിയിൽ അടുപ്പ് കത്തിച്ച് കുറച്ച് വെളിച്ചെണ്ണ, ചെറിയ ഉള്ളി അരിഞ്ഞത് നമ്മള് ചുവന്ന മുളക് ഇട്ടുണ്ട് കേട്ടോ. ഓക്കെ, വറവിന്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോ കോഴിക്ക ഒന്നും കൂടെ ഇതാവട്ടെ. നല്ല രസം വേപ്പിന് കേട്ടോ. ഇത്തിരി വേപ്പിൻ്റെ ഇട്ടുണ്ട് കേട്ടോ. അയ്യ നല്ലൊരു കളർ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ചെറിയ ഉള്ളിൻ്റെ കളറ്. പൊളി. ഞാൻ ഇവ അത് പൊളിച്ചു. കുറച്ച മല്ലിച്ചപ്പ്. നാടൻ കോഴിക്കറി ഇട്ടത്. അപ്പൊ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടാ. നമ്മളെ കറിന്റെ പരിപാടി നമ്മൾ സ്റ്റൗ ബന്ധാക്കാൻ പോവാണ്. കറി, നെയ്ച്ചോറ്, പൊറാട്ട, ചപ്പാത്തി, പത്തിരിക്ക് ഏറ്റവും ബട്ടറായിരിക്കും ഈ കോഴിക്കറി. ഇറച്ചും പത്തിരിന്ന് പഴയ കാലത്ത് പറഞ്ഞിട്ടില്ലേ, അതാണ് ഈ സാധനം. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മളെ ഫുഡിന്റെ പേരെന്താണ്?
ഇന്നത് നമ്മളെ ഐറ്റത്തിന്റെ പേര് നാടൻ നാടൻ ചിക്കൻ. വറുത്തരച്ച നാടൻ ചിക്കൻ. കറി. നാടൻ ചിക്കൻ ആട്ടത്. നല്ല നാടൻ ചിക്കന് കണ്ടില്ലേ, കളർ ഉണ്ടല്ലേ, നല്ല ചൂടുണ്ട്. നമുക്കൊരു പീസ് ഇട്ടിട്ടേ അടിപൊളി പീസാട്ടോ, വറുത്തരച്ച നാടൻ ചിക്കൻ ഇട്ടാ. നല്ല പീസാണ്, നല്ല ചൂടുണ്ട്. ഒരു പീസ് എടുത്ത് കണ്ട് നമ്മൾ ആ റൈസിലൊക്കെ കണ്ട് കൂട്ടിയിട്ട് നോക്കട്ടെ. അടിപൊളി അടിപൊളി സൂപ്പർ, ഒരു രക്ഷയില്ല. നല്ല വറുത്തരച്ച ആ ഒരു തേങ്ങൻ്റെ ആ രുചിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കറക്റ്റ് കിട്ടുന്നു. സൂപ്പറായിരിക്കും. നല്ല സ്മെല്ലും അടിപൊളി അടിപൊളിയാണ്.